ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവിൻ്റെ ഒരു പ്രതീതിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, വലിയ വലിയ കുഴികളാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിലെ വ്യാപാര സമൂഹങ്ങൾ മടുത്തിട്ടുണ്ട്. ചരിത്രം ഉറങ്ങുകയല്ല, ചരിത്രം പ്രസന്റായി നിൽക്കുന്ന നമ്മുടെ വലിയങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് എങ്ങനെ നോക്കിയാലും കലിക്കുത്ത് എന്ന പേര് പോലും വന്നുള്ള നമ്മുടെ വ്യാപാര കേന്ദ്രമാണ് നമ്മുടെ കോഴിക്കോടിന്റെ വലിയങ്ങാടി. ഈ വലിയങ്ങാടിയിലേക്കുള്ള മെയിൻ റോഡിന്റെ അവസ്ഥ ശോചനീയാവസ്ഥയാണ്. ഈ ശോചനീയാവസ്ഥ കാണിക്കാൻ നമ്മുടെ കോഴിക്കോടിന്റെ തന്നെ ശോചനീയാവസ്ഥയാണ്. കാരണം ഇത് ഏറ്റവും ട്രേഡ് സെന്ററാണ്. ഈ സെന്ററാണ് ഈ കോലത്തിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കോടതി വളരെ അടുത്താണ്, 100 മീറ്റർ 200 മീറ്റർ അടുത്താണ് കോടതി, മാതൃഭൂമി ദിനപത്രത്തിന്റെ ഓഫീസ്, അങ്ങനെ എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ അനവധി നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. നമ്മൾ എവിടെ പോയിട്ടാണോ പരാതി കൊടുക്കേണ്ടത് ആ പരാതി സ്വീകരിക്കേണ്ട ഉദ്യോഗാർത്ഥികളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് KP കേശവ മേനോൻ റോഡിൽ മാതൃഭൂമി മുതൽ വലിയങ്ങാടി വരെയുള്ള ഭാഗത്താണ്. കോഴിക്കോടിൻ്റെ ചരിത്രഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ള റോഡിൻ്റെ അവസ്ഥയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടങ്ങൾക്ക് കാരണമാകും വിധമുള്ള വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഒട്ടുമിക്ക വാഹനങ്ങളും കുഴിയിലേക്ക് ചാടി വളരെ പ്രയാസപ്പെട്ടാണ് അതിൽ നിന്നും കര കയറുന്നത്. വലിയ വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ടൗണിൻ്റെ നിയമപാലക കേന്ദ്രമായ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് ഇത്രയും ശോചനീയാവസ്ഥയുള്ള റോഡ് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വലിയങ്ങാടി ജംഗ്ഷൻ മുതൽ മാതൃഭൂമി ജംഗ്ഷൻ വരെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് യാത്ര ചെയ്തു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ മുന്നിൽ പോകുന്ന കാറിനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു വെട്ടുപോലും അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം റോഡിൽ മൊത്തം കുഴികളായതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. വളരെയധികം കാലപ്പഴക്കം ചെന്ന റോഡാണ് ഗോപിൻസൺ റോഡ്, KP കേശവമേനോൻ റോഡ്. ഒരുപാട് നിയമപാലകരും ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥകളും അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. വളരെ ശോചനീയ അവസ്ഥ. കോടതിയിലേക്ക് വക്കീലന്മാർ, മജിസ്ട്രേറ്റുകൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ്. അനുദിനം നമ്മൾ ആ മേഖലയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ. മഴക്കാലത്ത് പൊതുവെ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡാണ്. ഇപ്പം മഴ ഇല്ലാത്ത സമയത്ത് ഈ റോഡിന് വലിയ വലിയ ഗട്ടർ കൊണ്ട് യാതൊരു കാരണവശാലും ഇവിടെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ബ്ലോക്കാണ്. റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിൽ ട്രെയിൻ ആളുകൾ ഇറങ്ങി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗട്ടറിൽ വണ്ടി വീണിട്ട് ഓട്ടോറിക്ഷകളാവട്ടെ മറ്റുള്ള സ്കൂട്ടറുകളാവട്ടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അനുദിനം ഓരോ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് കൗൺസിലറെ ബന്ധപ്പെടുന്ന കൗൺസിലർ പറയും ഫണ്ട് പാസ്സായിട്ടില്ല എന്ന് പറയും. ഇനി മറ്റ് നമ്മളെ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അത് PWD ആണ്, അതല്ലെങ്കിൽ കോർപ്പറേഷനാണ്. ഇപ്പം പറയുന്നത് കേൾക്കുന്നത് ഇത് കോർപ്പറേഷൻ എന്തായിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ മാതൃകാ റോഡായി ഏറ്റെടുത്തെങ്കിലും
വലിയൊരു മഹാന്റെ പേരിൽ KP കേശവൻ മേനോൻ എന്ന വലിയൊരു മഹാന്റെ പേരിൽ അറിയപ്പെടുന്ന റോഡാ. അല്ല, ഇപ്പൊ നിങ്ങൾ തൊട്ടു മുമ്പ് പറഞ്ഞു മാതൃകാ റോഡ്, അവിടെ ഉപയോഗിച്ച പദം മാതൃകാ റോഡ്. ഈ കുണ്ടും കുഴിയും, അതായത് ആനക്കുഴി പോലുള്ള കുഴിയാണോ മാതൃക? അതാവാനാണ് ചാൻസ്. അല്ലാണ്ട് മാതൃകാ റോഡ് എന്നോ അല്ലെങ്കിൽ മാതൃകാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് മാതൃക ആവണല്ലോ. ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതൊരു മാതൃക ആക്കാനാണെങ്കിൽ വളരെ സ്വാഗതം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന വഴി തന്നെ വളരെ പ്രയാസകരമായ രീതിയിൽ റോഡാണുള്ളത്. നമ്മൾ ഓഫ് റോഡ് ഡ്രൈവിനൊന്നും പോകണ്ട, ഇവിടെ തന്നെ പോയാൽ മതി. അതായത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പൊതുവെ എന്താ പറയാ, എന്റർടൈൻമെന്റിനോട് വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ടൂർ ഒന്നും പോകാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണോ? തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഇപ്പൊ ഈ റോഡിലുള്ള വ്യാപാരികള്, തൊഴിലാളി സുഹൃത്തുക്കൾ വരുന്ന സമയത്ത് ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവിന്റെ ഒരു പ്രതീതിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ, വലിയ വലിയ കുഴികളാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിലെ വ്യാപാര സമൂഹങ്ങൾ മടുത്തിട്ടുണ്ട്, ക്ഷമ കെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി നേതാക്കന്മാർ, തൊഴിലാളി സംഘടനകളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. യാതൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. ഇത് ആരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ മർമ്മപ്രധാനമായ കാര്യം, ഇതെല്ലാം അറിയേണ്ട ആളുകൾ പോകുന്ന റോഡാണ്. ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി രാവിലെ പോകും, മറ്റുള്ള ആളുകൾ രാവിലെ പോകും, എല്ലാ ആളുകളും സ്ഥിരമായിട്ട് പോകുന്ന റോഡാണ്. ഈ റോഡിനെ കുറിച്ചിട്ട് പ്രത്യേകം ഒരു അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു രേഖ നൽകേണ്ടതില്ല. ഇതിന് മുമ്പ് തന്നെ പല രീതിയിൽ നമ്മൾ നൽകിയിട്ടും യാതൊരു നിലപാട് സ്വീകരിച്ചില്ല കേട്ടോ. അതാണ് ഇതിന് പരിതാപകരമായ അവസ്ഥ. ഒന്നില്ലെങ്കിൽ ഒരു കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടെങ്കിലും ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചെമ്മണ്ണ്, ഈ മണ്ണ്, ഈ ചുവന്ന മണ്ണിട്ട് തരാൻ നിങ്ങൾക്ക് ഈ തൊഴിലാളികളാണ്, ഈ മേഖലയിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മാറ്റി വെച്ചിട്ട് അവർ ചെയ്താണ്. അതുപോലും കാണിച്ചിട്ടില്ല. അതുപോലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല. ഈ പകല് പിന്നെ ആള് നോക്കിയിട്ട് പോകും. രാത്രി ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട് സ്റ്റേഷന്റെ മുമ്പിൽ. അല്ലാതെ ഇവിടെ ഈ ഇരുചക്ര വാഹനങ്ങൾ ഈ കുണ്ടിൽ സ്ഥിരമായിട്ട് വീഴുന്ന അപകടം പറ്റും. അവിടെ ആരും പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഇതിലെ ഈ കുണ്ടു കൂടെ ചാടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. ഈ കാണുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മള് ഈ രാത്രിയിൽ ഈ മെയിൻ റോഡില് സാമൂഹ്യ ദ്രോഹികള്, നിങ്ങള് രാത്രിയിൽ പരിശോധന നടത്തിയാൽ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പിടിച്ചു പറിക്കാനും പല രീതിയിലുള്ള ആളുകളും, ലൈറ്റും ഇല്ല, സ്ട്രീറ്റ് ലൈറ്റില്ല, ഒരു കാര്യമില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. വലിയൊരു മേഖലയാണ്, അത്ര നമുക്ക് പറയാനുള്ളൂ. അതായത് നമ്മളെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് ഒരു മാസം മുമ്പ് കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ട്. മേയർക്കും സെക്രട്ടറിക്കും എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് കൊടുത്തിട്ടുണ്ട്. മെനിഞ്ഞാന്ന് പോലെ പറഞ്ഞപ്പോൾ അവർ ടെൻഡറിന് ഇട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഡ്രെയിനേജ് ബ്ലോക്ക് ആവുക. അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ട് കോർപ്പറേഷന് സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് കോർപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം ആ ഡ്രെയിനേജ് ക്ലീൻ ചെയ്തിട്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടായത്. അതിനെക്കാട്ടും ഭീകരമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇന്ന് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ടെൻഡറിന് ഇട്ടിട്ടില്ലെന്നാണ് മേയറും മറ്റുള്ള ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതി എന്നുള്ളവർക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു വിഷയം ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഷീ ലോഡ്ജ്, അതുപോലെ തന്നെ നഗരം പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ കോടതി, വളരെ അടുത്താണ്, 100 മീറ്റർ 200 മീറ്റർ അടുത്താണ് കോടതി, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഓഫീസ്, അങ്ങനെ എത്രയോ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ അനവധി നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. നമ്മൾ എവിടെ പോയിട്ടാണോ പരാതി കൊടുക്കേണ്ടത്, ആ പരാതി സ്വീകരിക്കേണ്ട ഉദ്യോഗാർത്ഥികളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. അതാണ് ഇതിൻ്റെ വളരെ മനോഹരമായ ഒരു വിഷയം. കാരണം നമ്മൾ ഏത് ഓഫീസിൽ പോയിട്ടാണോ പരാതി കൊടുക്കേണ്ടത്, ആ ഓഫീസറാണ് രാവിലെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ റോഡിലൂടെ പോകുന്നത്. പക്ഷെ എന്നിട്ട് പോലും യാതൊരു വിധത്തിൽ എന്തില്ല, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. നിരവധി പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതോറിറ്റികൾ സമീപിച്ചിട്ടുണ്ട്. എല്ലാം മുട്ടു ന്യായങ്ങളാണ് പറയുക. ടെൻഡർ, അല്ലെങ്കിൽ കൗൺസിലടുത്ത് ഫണ്ടില്ല, അല്ലെങ്കിൽ വാർഡിൽ ഫണ്ട് കുറവാണ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടാക്സുകളും വ്യാപാരികൾ അടിച്ചുകൊണ്ടിരിക്കുക. ഏത് ടാക്സാണ് വർദ്ധിപ്പിക്കാത്തത്? റോഡ് ടാക്സ്, എല്ലാ ടാക്സും വർദ്ധിപ്പിച്ച്, പ്രൊഫഷണൽ ടാക്സ്, BLO ലൈസൻസിൻ്റെത്, എത്ര 100-200% ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ടും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ക്ഷമയോടുകൂടി അടുക്കുന്ന ഒരു ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ്, പ്രത്യേകിച്ച് വ്യാപാരികൾ ഉപയോഗിക്കുന്ന റോഡ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല വട്ടത്തിലും പല രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അവരും പരാതി നൽകിയിട്ടുണ്ട്. എല്ലാ നിലക്കും കഴിവിൻ്റെ പരമാവധി എല്ലാ സംഘടനകളും പരാതി നൽകിയിട്ട്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആരാണോ പരാതി സ്വീകരിക്കുന്നത് അത്തരം ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനാണ്, CA അടുക്കിയിരിക്കുന്നത്, പിറകിലെന്താ സൗത്ത് ACയുടെ ഓഫീസ്, എല്ലാവരും പോകുന്ന റോഡാണ്. അപ്പോൾ ആർക്കും യാതൊരു വിധത്തിലും ഇതിനൊരു ബോധർ ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം, ശാശ്വതമായി പരിഹാരം കാണാൻ ഈ റോഡിന് ഇന്നേ വരെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള
ഒരു പരാതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്കുണ്ട്. ഈ ഒരു റോഡ് വ്യാപാരി വ്യവസായി എന്നുള്ള രീതിയിൽ നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? വ്യാപാരി വ്യവസായിക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ബാധിക്കുന്ന സംഗതിയാണിത്. വ്യാപാരി വ്യവസായിക്ക് മാത്രമല്ല, എല്ലാ ഓരോ ജനങ്ങൾക്കും. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഷോപ്പ് എടുത്താൽ രാത്രിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഈ അറിയാതെ ഈ കുഴി വീണാൽ സ്ഥിതി വളരെ മോശമായിരിക്കും. പല തവണ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരവും കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. വളരെ ഖേദമുണ്ട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്താ, നമുക്കൊരു വ്യാപാരത്തിന് ആവശ്യമായ ട്രക്ക് ലോഡുകൾ വരുന്ന സമയത്ത് ഈ കുഴിയും വെട്ടും എല്ലാം പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ട്രക്ക് അൺലോഡ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മേഖലയിലെ തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ലോഡ് മാറ്റി വെക്കാനുള്ള സൗകര്യങ്ങൾ. ഇത്തരം അവസരങ്ങൾ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണം ആളുകൾ കസ്റ്റമേഴ്സ് ഈ റോഡിലേക്ക് വരാതിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് സാധനം വാങ്ങി പോകുന്ന ഒരുപാട് റോഡുകളും ഒരുപാട് അവസ്ഥകളും ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ട്. പണ്ടത്തെ പോലെ ഒരു റോഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്തല്ല വ്യാപാരമല്ല, വ്യാപാരം വ്യാപിച്ചുപോയി. അപ്പോൾ ഈ ഒരു വെട്ട്, ഈ കുഴി, ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മുടെ വ്യാപാരത്തിൽ ഇപ്പോൾ പെയിന്റ് ഷോപ്പിന്റെ വലിയ ഹോൾസെയിൽ മേഖലയാണിത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ റോഡ് ഈ പ്രയാസത്തിലാവുന്നതിന് മുമ്പുള്ള കച്ചവടം നമ്മൾ അതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഗണ്യമായ കുറവാണ് ഈ മേഖലയിലെ മുഴുവൻ കച്ചവടക്കാർക്കും. അപ്പോൾ അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്ത് വെള്ളം കയറുമ്പോഴുള്ള കച്ചവടം കുറവ്, മഴക്കാലം അല്ലാത്ത സമയത്ത് ഇപ്പോൾ 2 വർഷമായിട്ടുണ്ടാവുന്ന ഈ റോഡിലെ കെട്ടുകൊണ്ടുണ്ടാവുന്ന വ്യാപാരം കുറവ്. ഈ വ്യാപാരം കുറവ് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചില്ലറയില്ല. ഈ മേഖലയിൽ നിന്ന് ആളുകൾ വേറെ മേഖല കണ്ടെത്തി പോവുകയാണ്. ഇനി ഈ റോഡ് നന്നാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആളുകളെല്ലാം തിരിച്ച് ഈ മേഖലയിലേക്ക് വന്നോളുന്ന യാതൊരു നിർബന്ധമില്ല. വ്യാപാരം, അതായത് ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാരം ഒരു സമയത്ത് ഇവിടുന്ന് മാറിപ്പോയാൽ പിന്നീട് ആ വ്യാപാരം തിരിച്ചു കിട്ടാൻ ലഭിക്കുക എന്നുള്ളത് പോസിബിളായ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ വെട്ടുകുഴി. തകർന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര മേഖലക്ക് ഒന്നും കൂടെ തകരാൻ സഹായിക്കും. കാരണം ഈ ഒരു വെള്ളിയങ്കാടിനനുബന്ധിച്ചുള്ള ഈ മേഖല ആവർത്തിച്ച് ഞാൻ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ പരാതി നൽകിയിട്ട് യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ മേഖലയിലെ ഹാർഡ്വെയർ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ എല്ലാ വ്യാപാരികൾക്കുള്ള ഒരു പ്രതിഷേധം അതിന്റെ അതോറിറ്റി എന്ന നിലയ്ക്ക് ഞാൻ അറിയിക്കാനിവിടെ. ചരിത്രം ഉറങ്ങുകയല്ല, ചരിത്രം പ്രസന്റായി നിൽക്കുന്ന നമ്മുടെ വലിയങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് എങ്ങനെ നോക്കിയാലും കലിക്കുത്ത് എന്ന പേര് പോലും വന്നുള്ള നമ്മുടെ വ്യാപാര കേന്ദ്രമാണ് നമ്മുടെ കോഴിക്കോടിന്റെ വലിയങ്ങാടി. ഈ വലിയങ്ങാടിയിലേക്കുള്ള മെയിൻ റോഡിന്റെ അവസ്ഥ ശോചനീയാവസ്ഥയാണ്. ഈ ശോചനീയാവസ്ഥ കാണിക്കാൻ നമ്മുടെ കോഴിക്കോടിന്റെ തന്നെ ശോചനീയാവസ്ഥയാണ്. കാരണം ഇത് ഏറ്റവും ട്രേഡ് സെന്ററാണ്. ഈ സെന്ററാണ് ഈ കോലത്തിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ന്യൂസ് ടൈമിനോടൊപ്പം ജംഷിദ് പെരുമണ്ണ.